कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् ഗുരുവായൂരപ്പ ഭഗവാനെ, ഇത്രയും ഭാഗ്യം എനിക്കുണ്ടായത് നിന്റെ കാരുണ്യം കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഒരു പീറച്ചെറുക്കന്റെ മുൻപിൽ ഇതിനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? മാധവക്കുട്ടി ഞാനും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. അവൾക്ക് എന്നെ ഇഷ്ടാ. എന്താ, എനിക്ക് അവളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയില്ലേ? എടാ, ഗുരുവായൂരമ്പലത്തിൽ 90 ദിവസം ഭജന വരുന്ന ഭഗവാൻ കനിഞ്ഞു നൽകിയ കുഞ്ഞ എന്റെ മകൾ മാധവിക്കുട്ടി. കടലിനക്കരെ പോയി 10 പുത്രനുണ്ടാക്കിയെന്ന് വെച്ച് കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഞങ്ങൾക്ക് കനക്കട്ടിയൊന്നുമല്ല. തടി കടാക്ക ഇറങ്ങി പോടയിറക്കാ. അത്ര പെട്ടെന്ന് കേടുവരുന്ന തടിയൊന്നും അല്ലത്. കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കടത്ത് നടത്തിയും കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്തൊന്നുമല്ല, അധ്വാനിച്ചിട്ടാ. പണ്ട് എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ നിങ്ങളുടെ തറവാട്ട് തിരുമുറ്റത്ത് വന്ന് പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുണ്ടാവും. ഇന്ന് കാലം മാറി കാരണവരെ. കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഗോപിനാഥൻ നെല്ലിപ്പറമ്പിലെ മാധവിക്കുട്ടിയെ സ്വന്തമാക്കിയിരിക്കും. നിങ്ങൾ ഭജനമിരുന്ന് അതേ ഗുരുവായൂരമ്പല നടയിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. തടയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരുമ്പെട്ടവനെ, നീ കെട്ടുവല്ലടാ? കെട്ടും. തടയുന്നവരെ കെട്ടിക്കുകയും ചെയ്യും. കട്ട്. ഓക്കേ ഓക്കെ സാർ. മുകേഷ് കലക്കി. Thank you. അതെട്ടാ സൂപ്പർ. താങ്ക് യു താങ്ക് യു. അടുത്ത സീനിൽ ഡ്രസ് കൊടുത്തേ. താൻ ഡയലോഗ് പറഞ്ഞു വിടും. ശരി സർ. കണ്ണാ, അടുത്ത ട്രോളി ഷോട്ട് പ്ലാൻ ചെയ്തു. ഓക്കെ. യമുനാറാണി ഇന്ന് തന്നെ എത്തില്ലേ? അത് സാർ, ഒന്നും പറയണ്ട. യമുന എത്തില്ലെങ്കിൽ നാളെ ഷൂട്ടിംഗ് നടക്കില്ല. അയ്യോ സാറേ, മുനിസിപ്പൽ ഓഡിറ്റോറിയം നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുക. നാളെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ 20,000 രൂപ പോക്കാ. ഇപ്പൊ തന്നെ പറഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ ചായ? യമുനാറാണി ഇല്ലാതെ സീൻ എടുക്കാൻ പറ്റില്ല. താൻ മദ്രാസിലോട്ട് വിളി. ഒന്ന് വേഗം വിളിക്കണോ? ஹலோ, யாரு? மாமியா? தேவி பிலிம்ஸ்ல இருந்து பேசுறேன். டிக்கெட் கிடைச்சதா? ஓகே, இன்னைக்கே கிளம்பணும். ஏர்போர்ட்ல கார் வரும். யாரு? யமுனா ராணியா? ஓகே, யமுனா ராணியா? ஹலோ, ரூம் அரேഞ്ച്ഡ്. ஓ, என்ன முடிஞ்ச இங்கிலீஷா? ஓகே. എന്താടോ ഇന്നെത്തും. പക്ഷേ ഒരു പുലിവാൾ. താനത് തുപ്പടോ. പാലക്കാട് കോക്കേഴ്സ് ഇന്റർനാഷണൽ റൂം അറേഞ്ച് ചെയ്യണം. കർത്താവേ, സൂട്ട് റൂമിന് ദിവസം 4,000 രൂപ വാടകയാ. പോരാത്തതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 60 കിലോമീറ്റർ വണ്ടി ഓടണം. അല്ലെങ്കിൽ ഈ നാട്ടും പുറത്ത് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്താൽ മതി. കുഴഞ്ഞു. ഇനി എന്താ സാർ ചെയ്യാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ ആർട്ടിസ്റ്റ് എത്തിയിരിക്കണം. സാർ റെഡി. എടോ, യമുനാറാണി ഇംഗ്ലീഷല്ലേ സംസാരിച്ചത്? തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ദിവസവും കരിക്കും വെള്ളം വേണം നട്ടത്തിൽ അവർ കോക്കനട്ട് എന്ന് പറഞ്ഞത്. താൻ കോക്കേഴ്സ് ആവും ധരിച്ചതില്ലേ? അത് വിടച്ചായ. ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാ എനിക്ക് മനസ്സിലാവും. ഇന്റർനാഷണൽ ഹോട്ടലങ്ങ് വിട്. ഒരു വീട് ഈ കുഗ്രാമത്തിൽ എവിടെ കിട്ടാനാ? അഥവാ കിട്ടിയാൽ തന്നെ അത് യമുനാറാണിയുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഫർണിഷ് ചെയ്യണ്ടേ? ഞാൻ അന്നേ പറഞ്ഞതാ, വല്ല മഞ്ജു വാര്യരെയോ ദിവ്യ ഉണ്ണിയോ ഇട്ടാ മതിയെന്ന്. സമ്മതിക്കണ്ടേ? അപ്പൊ ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോയിൻ തന്നെ വേണം. ഓപ്പിലെ ഒരു ഡയറക്ടർ. എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല സർ. നമുക്ക് നോക്കാം. ഇത് മുകേഷ് പറയണം. കേട്ടാൽ അത് മതി പാക്കപ്പ് വരാൻ. ഒരു വീട് കണ്ടെത്താൻ നോക്ക്. ചെല്ല് വേഗം. സാർ, എസിയും ഫ്രിഡ്ജും കുന്തവും കുറച്ചക്കറും ഒക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? പണം കൂടുതലായി ഈ ചെറുത്താൻ എന്റെ പള്ളിക്ക് പിടിക്കും. എവിടെയാ ലൊക്കേഷൻ മാനേജർ?
ഇന്നത്തെ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാ പോരാ, മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവുന്നു. വസുധൈവ കുടുംബകം. ആ, മുൻഷി പരമേശ്വരം പിള്ള, ശാന്തി നിലയത്തിലെ കുടുംബനാഥൻ, മാതൃഭാഷാ സ്നേഹി, ഗാന്ധിയൻ, ആദർശവാദി. കൗസു. മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ, ഹിന്ദി അധ്യാപകൻ, ശുദ്ധനാണ്, ഭാര്യയോട് അമിതമായ സ്നേഹം. നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തുകാരി, അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ്. ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും.